അപ്പോൾ നമ്മുടെ സുന്ദരമായ കഫേ സുലൈമാനിയുടെ സ്വന്തം ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. പപ്പടവും സലാഡും കൂട്ടി നമുക്ക് കഴിക്കാം. വെൽക്കം ടു കഫേ സുലൈമാനി. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. താങ്ക് യു. അപ്പോൾ നമ്മളിന്നൊരു ചിക്കൻ ബിരിയാണി നമ്മുടെ ഓൺ സ്റ്റൈല് ഹൈദരാബാദി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഞാൻ എൻ്റേതായ ഒരു ആഡ് ഓൺ ചെയ്തുകൊണ്ട് ഒരു ചിക്കൻ ബിരിയാണിയുടെ ഉള്ള ഒരു പ്രിപ്പറേഷനാണ്. ഇതൊരു 3 LB ഫുൾ ചിക്കനുണ്ട്. അത് പിന്നെ വൃത്തിയാക്കി വരുമ്പോൾ അതിൻ്റെ 2.5 LBയുടെ താഴെ വരത്തുള്ളൂ. പിന്നെ ഒരു ഓറഞ്ച് ഉണ്ട്. അതൊരു സ്പെഷ്യൽ ഒരു പേർഷ്യൻ ഒരു ഫ്ലേവറിന് വേണ്ടിയാണ്. ഒരു ടൊമാറ്റോ, ഒരു ഇഞ്ചി, ഒരു 12 അല്ലി വെളുത്തുള്ളി, ഒരു സവാള. ഇത് മാരിനേഷന് വേണ്ടിയുള്ളതാണ്. ഒരു 4 നമ്മുടെ ഗാർഡനിൽ പിടിച്ച തന്നെ ഗ്രീൻ ചില്ലി, പുതിന ഇല കുറച്ച്, കറിവേപ്പില, മല്ലിയില, സിലാൻഡ്രോ. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മുടെ ഈ പിന്നെ ഗാർലിക്, ജിഞ്ചർ, ടൊമാറ്റോ, പുതിന ഇല, സിലാൻഡ്രോ, പിന്നെ പച്ചമുളക്, ഇതെല്ലാം കൂടെ മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കും. പിന്നെ അതിനുള്ള മസാല നമുക്ക് അടുത്ത് ചേർക്കുമ്പോൾ പറയാം. നമ്മൾ ഇപ്പോൾ ജിഞ്ചർ, ഗാർലിക്, ഒരു 3 പച്ചമുളക്, പിന്നെ അതിൻ്റെ കൂടെ മല്ലി, പുതിന ഇല, ഇതെല്ലാം കൂടെ ക്രഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിടെ പേസ്റ്റാക്കി എടുക്കുകയാണ്. ഇറച്ചി ഒന്ന് മാരിനേഷൻ ചെയ്യാൻ വേണ്ടി മസാലയ്ക്ക് വേണ്ടി നമ്മളൊരു 2 സ്പൂൺ മല്ലിപ്പൊടി ഫ്രൈ പാനിലാണ് എടുത്ത് നമുക്കൊന്ന് വറുത്തൊന്നെടുക്കണം. 1 സ്പൂണ് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല. മാരിനേഷന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് അടുത്തത് കാണാം. പിന്നെ അതാ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ജിഞ്ചർ, ഗാർലിക്, പച്ചമുളക്, സിലാൻഡ്രോ, പുതിന. അപ്പോൾ നമ്മളെ ചിക്കന് നമ്മൾ ഒരു പാത്രത്തിൽ എടുക്കുകയാണ്. കഴുകി വെള്ളം വാരാൻ വേണ്ടി വെച്ചിരുന്ന ചിക്കന് നമ്മളൊരു പാത്രത്തിലെടുത്തു. എന്നിട്ട് അതിലിപ്പോൾ നമ്മൾ എടുത്ത മസാല അതിലങ്ങോട്ട് ഇടുകയാണ്. വറുത്തെടുത്ത മസാലയാണ് ഇത്. അതെല്ലാം മസാല എടുത്ത് ഇതിൽ മാരിനേഷന് ചൂടാക്കിയിട്ട് ഒന്ന് ഇടുക. അതൊരു ഫ്ലേവർ നമുക്ക് കിട്ടും ആ മസാലയുടെ. ഒരു 2 ടീസ്പൂണ് നമ്മുടെ തൈര്, യോഗട്ട്, ഫ്രഷ് യോഗട്ട് ഒരു 2 ടീസ്പൂൺ വെച്ചിട്ടുണ്ട്. പിന്നെ അരിഞ്ഞു വെച്ച സവാളയുടെ ഒരു 3/4 അത് ഈ ഇതിൽ ഇടുന്നുണ്ട്. ജിഞ്ചർ, ഗാർലിക്, സിലാൻഡ്രോ, പുതിന, ഗ്രീൻ ചില്ലിയുടെ പേസ്റ്റ് അത് നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇടുകയാണ്. ശരിക്കും ഫ്ലേവർ കിട്ടും. ഇപ്പോൾ മാരിനേഷന് ചെയ്ത് ഒരു 6 to 8 hours വെച്ചിട്ട് നമുക്ക് ചിക്കൻ ബിരിയാണിക്ക് എടുക്കുകയാണെങ്കിലും നല്ലൊരു ശരിക്കും ഒരു ഇത് കിട്ടും. ഇതിൽ എണ്ണ സ്വല്പം വേണമെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ അത് ഓപ്ഷണലാണ്. കുറച്ച് ഓറഞ്ച്, ഇതൊരു പേർഷ്യൻ ഇതാണ്. നമ്മുടെ ലെമണിന് പകരം ഓറഞ്ച് ഇങ്ങനെ കുറച്ചൊന്ന് പിഴിഞ്ഞ് ഒരു 1/2 ഇതാണ് എടുത്തിരിക്കുന്നത്. ഓറഞ്ച് എന്നതുപോലെ പിഴിഞ്ഞ് എടുത്തു. ഇതിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടണം. ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, ആവശ്യത്തിന് ഇടണം. ഒന്ന് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്യാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്വല്പം എണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇത് ഒഴിക്കണം നിർബന്ധമില്ല. എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഉടച്ച് എല്ലാത്തിലും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, എല്ലാത്തിലും പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിന് ഇടുക. നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ മസാല നല്ലതുപോലെ ഒന്ന് പിടിക്കും. ഇതിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാണ്. എല്ലാം ഒന്ന് എല്ലായിടത്തും ഉപ്പും എല്ലാം പിടിക്കാൻ വേണ്ടി. അപ്പോൾ ഇതിൽ കൂടെ നമ്മൾ തക്കാളിയുടെ ഒരു പേസ്റ്റ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ലാസ്റ്റ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വിടാം. പേസ്റ്റ് എടുക്കുമ്പോൾ കുറച്ചുകൂടെ പുളിപ്പ് അതിൽ പിടിക്കും. അപ്പോൾ നമ്മൾ തക്കാളിയുടെ പേസ്റ്റ് ഇതിൻ്റെ അകത്ത് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. എന്നിട്ട് എരിയും എല്ലാം ഒന്ന് പ്രധാനമായിട്ട് ഉപ്പൊക്കെ ഒന്ന് നമ്മൾ നോക്കണം. എല്ലാം ഓക്കെയാണ്. ഒന്ന് കറിവേപ്പിലയൊക്കെ അതിൻ്റെ മുകളിലൊന്ന് ഇടുക.
മല്ലിയില, ഒരു മണമൊക്കെ കിട്ടാൻ. മാരിനേഷനൊക്കെ കഴിഞ്ഞു. പുറത്ത് കറിവേപ്പിലയും മല്ലിയിലയൊക്കെ ഇട്ടു. ഇനി ഒരു ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് റാപ്പോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള അടപ്പോ വെച്ചിട്ട് ഇതിനെ നല്ലൊന്ന് കവർ ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ 6 to 8 hours വെച്ചിട്ട് ആണ് കറി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായി. അത് ലോക്ക് ചെയ്തു ഇത് ഫ്രിഡ്ജിൽ വെക്കാണ്. ഓക്കെ, റൈസ് 5 cup റൈസാണ് നമ്മൾ എടുക്കുന്നത്. അത് നല്ലതുപോലെ സോക്ക് ചെയ്യണം. 2-3 പ്രാവശ്യം ഇതിൻ്റെ കൊഴുപ്പ് കളയാൻ വേണ്ടി നമ്മൾ കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് നമുക്ക് കിട്ടും. 5 cups നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൽ ഇനി ഞാൻ വെള്ളം നല്ലതുപോലെ കഴുകി നമുക്ക് എടുക്കാം. നമ്മൾ ബിരിയാണി റൈസ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനാണ്. അതിന് വെള്ളം ചൂടാക്കുന്ന സമയത്ത് നമ്മൾ കറുവപ്പട്ട, ഗ്രാമ്പു, ജാതിക്ക, കോലം, കുറച്ച് കുരുമുളക്, കറുവപ്പട്ടയുടെ ഇല, അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് വെള്ളത്തിൽ തിളപ്പിച്ച് എടുക്കുന്ന സമയത്താണ് റൈസ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതൊരു ഫ്ലേവർ ആ റൈസിൽ പിടിക്കും. ആവശ്യത്തിന് സോൾട്ടും ഇട്ട് കൊടുക്കണം. റൈസ് പ്രിപ്പറേഷന് ശേഷം നമുക്ക് ബിരിയാണി ദമ്മ് ചെയ്തതിന് ശേഷം വേണ്ട കാര്യങ്ങളാണ്. ജസ്റ്റ് ഇത് നമ്മൾ നെയ്യിലൊന്ന് വറുത്തെടുക്കും. കശുവണ്ടി, മുന്തിരി, അതും ഒരു പിടിയുണ്ട്, രണ്ടും. പിന്നെ സവാള നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വറുത്തെടുക്കണം, ക്രിസ്പി ആയിട്ട് എടുക്കണം. അപ്പോൾ റൈസ് എല്ലാം മിക്സ് ചെയ്ത് ഫില്ല് ചെയ്തതിന് ശേഷം റൈസിന്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ് സവാള വറുത്തെടുക്കുന്നതും ഈ അണ്ടിപ്പരിപ്പും എല്ലാം. നമ്മൾ ചോറിനുള്ള പ്രിപ്പറേഷനാണ്. ചെറുതായിട്ടൊരു ചെറിയ സവാള, സ്വല്പം നെയ്യും എണ്ണയും ഇട്ട് വറുത്ത് പിന്നെ നമ്മുടെ നേരത്തെ ഉള്ള ബേ ലീഫും മറ്റേ സിനമനും സ്റ്റാർ അനീസും അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ എണ്ണയിൽ അതൊന്ന് ചെറുതായിട്ട് ആ നെയ്യിൽ കിടന്നൊന്ന് വയണ്ട് വരുന്ന സമയത്ത് നമുക്ക് വെള്ളം ഒഴിച്ച് ചോറ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് വെള്ളത്തിൽ പിടിക്കും. അതിന് വേണ്ടിയാണ് ഉപ്പും ഇട്ട് കൊടുക്കുക ആവശ്യത്തിന്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുമ്പോൾ ഇതിൻ്റെ മണമെല്ലാം ഒന്ന് വെള്ളത്തിൽ ചോറിൽ വേണം. അതിന് വേണ്ടിയാണ് ബിരിയാണി ഇപ്പം ഇന്ന് ഉണ്ടാക്കുന്നത്. റൈസ് വെള്ളം കൂട്ടി ആവശ്യത്തിന് വേവിച്ച് എടുക്കലാണ്. എന്നിട്ടാണ് ദമ്മിടുന്നത്. ഇപ്പോൾ ചൂടുവെള്ളം ആക്കി വെച്ചുകൊണ്ട് പെട്ടെന്ന് ഒരു ടിപ്പ് പറഞ്ഞാൽ ഉപ്പ് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപ്പ് നോക്കുമ്പോൾ നമ്മൾ സൂപ്പിനൊക്കെ ഇട്ട രീതിയിലുള്ള ഉപ്പ് ഇങ്ങനെ മുന്തി നിൽക്കണം. അപ്പോൾ അത് ചോറിന് കറക്റ്റായിട്ട് കിട്ടും. സ്വല്പം മുന്തി നിൽക്കണം, എന്നാലേ ചോറിൽ ശരിക്കും ഉപ്പ് പിടിക്കത്തുള്ളൂ. അപ്പോൾ വെള്ളം ചൂടായി വരുന്നുണ്ട്, നല്ലോണം വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്താണ് നമ്മൾ റൈസ് ഇടേണ്ടത്. നേരത്തെ കഴുകി വെള്ളത്തിൽ വെച്ചിരുന്ന നമ്മൾ പതുക്കെ ഇട്ട് കൊടുക്കണം. ഒരു 20 minutes ആയപ്പോൾ നമ്മൾ ചോറ് ഏതാണ്ട് വെന്ത് ഇങ്ങനെ വെള്ളം ചെറുതായിട്ട് ഇതായിട്ട് വരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം ഇതെടുത്ത് വറ്റിച്ചെടുക്കാൻ പോവുകയാണ്. ഒരു സ്ട്രൈനറിൽ വെച്ച് നമുക്ക് ചോറിന് ഇതാക്കി എടുക്കാം. സ്ട്രൈനർ വെച്ച് നമുക്ക് ഇത് ചോറ് വടിച്ചെടുക്കാം. മാരിനേഷൻ ചെയ്യാനുള്ള ഉള്ളി ഒരു പകുതി കൂടുതൽ സമയം കഴിയുമ്പോൾ ഒരു 10 മിനിറ്റിനകത്ത് തന്നെ ഇങ്ങനെ ഒരു പരുവമാണ്. ആ സമയത്ത് നമ്മൾ കൂടെ നിന്ന് ഇളക്കി ഇത് കരിയും. അപ്പോൾ അത് സമയത്ത് എടുക്കണം, അല്ലെങ്കിൽ ഒരു ഓടം കരിഞ്ഞു പോകും. അത് നമുക്ക് എടുത്തെടുക്കാം. ദമ്മ് ചെയ്യാനുള്ള ഇറച്ചി ആദ്യം നമ്മൾ ഈ പാത്രത്തിൽ വേവിച്ചെടുക്കും കുറച്ച്. എന്നിട്ടാണ് ദമ്മ് ചെയ്യുന്ന. മാരിനേറ്റ് ചെയ്ത ചിക്കൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം തയ്യാറാക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് എടുത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു തണുപ്പെല്ലാം ഒന്ന് വിടും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഫ്രഷായിട്ട് ഇരിപ്പുണ്ട്. ഇതിലിപ്പം എണ്ണ ഞാൻ വെജിറ്റബിൾ ഓയിൽ തന്നെ വീണ്ടും ഉപയോഗിച്ചത്. കുറച്ച് നെയ്യുടെ ബാലൻസ് വന്നതും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അതിലൊരു പട്ടയും 3 ഏലക്കായ ഇട്ട് ഒരു ഫ്ലേവറിന് വേണ്ടി. വേറെ ഒന്നും ഇട്ടില്ല. ബാക്കിയെല്ലാം അരിയിലൂടെ ഇട്ടതുകൊണ്ട് വേറെ ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ ഇതിൽ മസാല ചേർക്കുമ്പോൾ ഇത്തിരി ഗരം മസാലയും കൂടെ ഞാൻ ചേർക്കും. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയുള്ള പിന്നെ ഇറച്ചി മസാല തയ്യാറാക്കുന്നതിൽ ഒരു പാൻ എടുത്ത് ചൂടാക്കി നമ്മൾ കറുവപ്പട്ട ഇതെല്ലാം ഇട്ടു.
കുറച്ച് പിന്നെ കറിവേപ്പില ഇട്ടിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഞാൻ ഇപ്പോൾ സവാള കൂടെ ഇറച്ചിക്ക് വേണ്ടിയുള്ള മസാല ഒരു 2 സവാളയാണ് ഇത് ഉള്ളത്. എന്നാലേ നമുക്ക് മസാലയ്ക്ക് ഒരു കൊഴുപ്പ് വരത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇത് എൻ്റെ ഒരു സ്റ്റൈലും കൂടെ, നാട്ടിലെ ഒരു സ്റ്റൈലും കൂടെ ആഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇറച്ചി ഒരു ഏതാണ്ട് 1.25 കിലോ ഉണ്ടാവും. ഇതിന് ആവശ്യത്തിന് ഇത്തിരി ഉപ്പ് ഇട്ട് നമ്മൾ ഇതൊന്ന് വഴറ്റിയെടുക്കും. 2 പച്ചമുളക് നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇറച്ചി മസാലയോടെ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ചെറിയ പച്ചമുളകാണ്. പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ഇതിൻ്റെ കൂടെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഉള്ളി നല്ലോണം വഴറ്റി വരുമ്പോൾ നമുക്ക് മസാല ബാക്കി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് ഇറച്ചി മസാലപ്പൊടി, ഇതെല്ലാം കൂടെ ഇട്ട് നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതിനോടൊപ്പം ഒരു 1.5 ടൊമാറ്റോ നമ്മളിടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇത് ഒന്ന് ഇതിൻ്റെ കൂടെ ഇട്ട് വഴറ്റി ഒരു സെമി പരുവാകുമ്പോൾ നമുക്ക് ആ മസാല ഒന്ന് ചേർത്ത് വേവിക്കാൻ വെച്ച് കൊടുക്കാം. ഇറച്ചി ഇതിൻ്റെ ആവശ്യത്തിന് ഉപ്പ് നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ഉപ്പ് നോക്കാം. ഇറച്ചി ഇട്ടതിന് ശേഷം ആഡ് ചെയ്താൽ മതി. നമ്മൾ ആൾറെഡി ഇറച്ചിയിലിട്ടത് കൊണ്ട് അത് നോക്കിയിട്ട് ഇട്ടുന്നതാണ് നല്ലത്. ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഉപ്പൊന്നുമില്ല. ഇറച്ചിട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് വേവിച്ച് എടുത്തതിന് ശേഷം ചോറ് മിക്സ് ചെയ്ത് ദമ്മിടാം. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഇറച്ചി ഇപ്പോൾ ഈ മസാലയിൽ കൂടെ മിക്സ് ചെയ്യണം. നല്ലൊരു മണമുണ്ട്. ഏതാണ്ട് 2.5 എള്ളി 1 കിലോയിൽ 100 ഗ്രാമും കൂടെ. അപ്പോൾ മസാല നമ്മൾ ഇതിനകത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ തന്നെ കിടന്ന് കുറച്ച് വെള്ളം ഇതിൽ തന്നെ വരും. അപ്പോൾ ഈ മസാല ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി ഇതിനകത്ത് ഒഴിച്ചു. സ്വല്പം കൂടെ വെള്ളം ഒന്ന് അത് സ്വല്പം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പൊക്കെ നോക്കണം. ഉപ്പെല്ലാം എരിയൊക്കെ കറക്റ്റിനുണ്ട്. ഇറച്ചിയിൽ പിടിക്കുമ്പോൾ നമുക്കൊന്ന് നോക്കാം. സ്വല്പം ഉപ്പിട്ട് ഇറച്ചി പിടിച്ചതിന് ശേഷം ഒന്ന് നോക്കിയാൽ നമ്മൾ അടച്ചു വെച്ച് വേവിച്ചാൽ പെട്ടെന്ന് ഇത് വെന്ത് വരും. ഇപ്പോൾ ഒരു 15 to 30 മിനിറ്റ്സ് നമ്മൾ നോക്കിയിട്ട് വെന്ത് ഒരു ഹാഫ് വേവ് ആകുമ്പോൾ നമുക്ക് ചോറ് ഇതിൽ ഫില്ല് ചെയ്ത് ദം ചെയ്യണം. ഇപ്പോൾ 25 to 30 മിനിറ്റ്സ് ആയിട്ട് ഏതാണ്ട് ഇറച്ചിയൊക്കെ ഒരു വിധം വെന്ത് ഒന്ന് ഇതായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് തുറന്ന് വെച്ച് സ്വല്പം ഒന്ന് വേവിക്കും. ഇതൊക്കെ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി. വലുതായിട്ടാവണ്ട, ചെറിയ രീതിയിലായാൽ. ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പും എല്ലാം കറക്റ്റാണ്. ഇറച്ചി എന്തോ നോക്കാം. ഇറച്ചിയും വെന്തിട്ടുണ്ട്. ഒന്ന് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് വേവിക്കാം. വെള്ളം ഒന്ന് പിടിച്ച് വരുമ്പോൾ നമുക്ക് ദം ഇട്ട് കൊടുക്കാം. നമ്മൾ ചോറ് ഇപ്പം ആ ഇറച്ചിയുടെ ഇതിൽ ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഇത്തിരി നെയ്യും 2-3 പുതിന ഇലയും ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടെ ചോറിട്ട് കൊടുക്കാം. നെയ്യൊന്ന് ഇതിലൊന്ന് തൂവി കൊടുക്കാം. നാരങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് കൊടുക്കാം. നാരങ്ങ എന്ന് വെച്ചാൽ ഓറഞ്ചാണ്. നമ്മൾ ഇറച്ചിയിൽ വെച്ചതിൻ്റെ ഹാഫ്. ഇത് 1-2 പുതിന ഇല ഒരു ഫ്ലേവറിന് വേണ്ടി. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മുന്തിരിയും കാഷ്നട്ടും കുറച്ച് ഒന്ന് ഇതിൽ ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചെയ്താൽ മതി. ബാക്കി നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഉണ്ടല്ലോ വറുത്ത് വെച്ചിട്ട് അതും കൂടെ ഒന്ന് ഇതിൻ്റെ പുറത്തൊന്ന് തൂങ്ങി കൊടുക്കാം.
കഴിഞ്ഞ് ഓറഞ്ച് ഒന്നുകൂടെ ഒന്ന് പിഴിഞ്ഞ് നമുക്ക് ഇനിയൊരു 30 മിനിറ്റ്സ് ചെറിയ തീയിൽ മീഡിയത്തിൻ്റെ ലോയിൽ വെച്ചിട്ട് ദമ്മ് വയ്ക്കാം, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ ഇവിടെ ഒരു ക്ലോസ് ചെയ്യാൻ വേണ്ടി ഒരു ഗ്രാമ്പുവോ പട്ടയോ എടുത്ത് വെച്ചിട്ട് ഈ ഹോളൊന്ന് ക്ലോസ് ചെയ്തു. അപ്പോൾ ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യുമ്പോൾ എടുക്കാം. ഓക്കെ, ചോറ് നമ്മൾ റെഡിയായി പാത്രത്തിൽ സെർവ് ചെയ്യണം. നല്ല പപ്പടം കൂട്ടി നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കൂടെ നല്ല പുതിന ചട്നി. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്. താങ്ക് യു. സലാം.